ജെഎസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊട്ടുവെള്ളരി കൃഷിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പൊട്ടുവെള്ളരി കൃഷിയെ കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പൊട്ടുവെള്ളരി വിത്ത് പാകി ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് പൂവിട്ട് കായ്കളൊക്കെ വരാനായിട്ട് തുടങ്ങും. ഏകദേശം ഒരു കായ് വന്ന് ഒരു 30-40 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അത് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കാണുന്ന രൂപത്തിലാണ് ഇതിന്റെ വിത്ത് വരുന്നത്. അതായത് നമ്മുടെ ഏകദേശം സെയിം നാടൻ വെള്ളരി പോലെയുള്ള വിത്ത് തന്നെയാണ് ഈ ഒരു പൊട്ടുവെള്ളരിക്കും വരുന്നത്. പക്ഷെ നല്ല വലുപ്പമുള്ള വെള്ളരി ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുക. അതായത് ഇതിന്റെ വിളവെടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇളം പ്രായത്തിൽ വിളവെടുക്കുകയാണെങ്കിൽ നമുക്ക് സലാഡിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ കുക്കുംബർ കക്കരയൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് സലാഡിനും അതുപോലെ തന്നെ നോർമൽ കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ കുറച്ചുകൂടി ഒരു ഇളം പ്രായത്തിൽ ഒരു മിഡിൽ ഏജിൽ എത്തിക്കഴിയുന്ന സമയത്ത് നമുക്കിത് കറി വെക്കാനും അതുപോലെ തന്നെ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് മൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടുവെള്ളരി പൊട്ടിത്തുടങ്ങും, വിണ്ട് പൊട്ടിത്തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് പറിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നല്ല വേനൽക്കാലത്തൊക്കെ ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ബോഡിക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഹെൽത്തി ജ്യൂസ് കൊടുക്കാനായിട്ട് ഈ ഒരു പൊട്ടുവെള്ളരി മൂത്ത് വിളയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൊട്ടുവെള്ളരി കൃഷി ചെയ്യാൻ നമുക്ക് നല്ല വെയിലുള്ള പ്രദേശമാണ് നല്ലത്. ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചാക്കിലും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് മണ്ണിലുമൊക്കെ ഈ ഒരു പൊട്ടുവെള്ളരി കൃഷി ചെയ്യാവുന്നതാണ്. അടിവളമായിട്ട് നമുക്ക് കോഴിവളം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളൊക്കെ നൽകാവുന്നതാണ്. നല്ല വെയിൽ കിട്ടിയാൽ മാത്രമാണ് പൊട്ടുവെള്ളരി നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ കായ്ഫലം നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാനിവിടെ വീട്ടിൽ ചെയ്തു വെച്ച ഈ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് ഏകദേശം ഒരു ചെറിയ മൺകൂന ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകൾ വശത്താണ് നമ്മൾ ഒരു 4-5 സീഡ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മൺകൂനയുടെ അടിയിൽ ഭാഗത്തായിട്ട് നമ്മൾ ഒരു 4 തൂമ്പയോളം മണ്ണെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു കുഴിയിലേക്ക് നമ്മൾ ഒരു കുറച്ച് കരിയിലിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 പൊടി 2 കൈ വരുന്ന 3-4 പൊടിയോളം നമ്മൾ കോഴിവളം ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം മുമ്പേ കമ്പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കോഴിവളമാണ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് നല്ല കറുത്ത മണ്ണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കോഴികളൊന്നും വന്ന് ഈ ഒരു മണ്ണ് കേടെടുത്തായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചാക്ക് മൾച്ചിങ് ഷീറ്റ് വിരിക്കുന്നത് പോലെ ഈ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിന്റെ മുകൾ വശത്തായിട്ട് ഒരു സ്ക്വയറിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. വിത്ത് കുളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഈ ഒരു വിത്ത് 4-5 പാകിയിട്ടുണ്ടായിരുന്നത്. ശേഷം നമ്മൾ അതിൽ ജലസേചനം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ നേരവും ജലസേചനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ തുള്ളിനന രീതിയും അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തുള്ളിനന രീതി സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ ഒരു 2-3 വീഡിയോക്ക് മുമ്പായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് പോയി കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടുവെള്ളരി ഏകദേശം ഒരു മാസത്തോളം പ്രായമാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെള്ളരിയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും. ഏകദേശം വളർച്ചയ്ക്ക് വള്ളികളൊക്കെ വളർന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിൽ നിന്ന് പൂക്കളൊക്കെ വന്ന് കായ്കളൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കായീച്ചകളെ തുരത്താൻ വേണ്ടിയിട്ട് ആ ഒരു കായകളെ നേരെ ഭദ്രമാക്കി വെക്കണം. അതിന് നമുക്ക് പുല്ലോ ചപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിട്ട് ആ ഒരു ഭാഗത്ത് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഒരു പരിസരത്തായിട്ട് ഈ ഒരു പൊട്ടുവെള്ളരി കൃഷി ഞാൻ അധികം അത്രയൊന്നും കണ്ടിട്ടില്ല. വാണിജ്യാടിസ്ഥാനത്ത് നമ്മുടെ പാടശേഖരങ്ങളിലൊന്നും തന്നെ ഈ ഒരു പൊട്ടുവെള്ളരി കൃഷി ഞാൻ തീരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊട്ടുവെള്ളരിയുടെ വിത്ത് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. വീടുകളിലാണെങ്കിലും ഞാൻ ഈ ഒരു പൊട്ടുവെള്ളരിയുടെ വിത്തുകളും വിളവെടുപ്പൊന്നും ഈ ഒരു പരിസരത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ലിക്വിഡ് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമുക്കൊരു വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ അതൊക്കെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും വെള്ളം ചേർത്തിട്ട് കുറച്ചൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെയൊക്കെ ആഴ്ചയിൽ ഒരു വട്ടം നമുക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.